മടി കാണിക്കേണ്ട സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് ഓടിപ്പോന്ന് നമുക്കൊരു താമര വിരിയിക്കാം. കുളത്തിലെ താമരയൊന്നുമല്ല, പേപ്പർ താമര. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും മാത്രം ചെയ്താൽ പോരാ, വീഡിയോ ഫുള്ളായിട്ട് കാണുകയും വേണം. ഇതുപോലെ അടുത്ത വീഡിയോ എന്ത് വേണമെന്നും പിന്നെ നമ്മുടെ ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്നും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ പണ്ട് മുതലേ എൻ്റെ കയ്യിൽ ഒരു കഷ്ണം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഈ ലോട്ടസ് ആണ്. കാരണം അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാം, മാത്രമല്ല നമുക്ക് എവിടെ ഇരുന്നിട്ടും ഉണ്ടാക്കാം. കാരണം ഇതിൽ ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിതിൽ ആകെ ഗം യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റെമ്മിനെടുത്തിട്ടുള്ള ഗ്രീൻ പേപ്പറിൽ മാത്രമാണ്. അതില്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈർക്കിൽ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇതിലൊരു സൂത്രമുണ്ട്, അതെന്താണെന്ന് പിന്നെ പറയാം. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല പാടാണ്. ചുമ്മാ പറഞ്ഞതാ, അത്ര വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് വീഡിയോയുടെ കൂടെ തന്നെ ചെയ്തു വരാം. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ശരിയാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 2-3 തവണ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ശരിയാവും. പിന്നെ നമ്മുടെ ഈ ഒരു സൂത്രം എന്ന് പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല. നമ്മളിതാ ഇതുപോലെ ഒന്ന് മടക്കി വരുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇതുപോലൊരു ഹോള് വരും. അതിൽ നമുക്കൊന്ന് ബ്ലോ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം വീർത്ത് വരും. അവിടെയാണ് നമ്മുടെ ഈർക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ സ്റ്റെം ഉണ്ടാക്കി വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ പെറ്റൽസിനെല്ലാം ഇതുപോലെ ഒന്ന് വിരിയിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ലോട്ടസ് റെഡിയാവും. പിന്നെ സ്റ്റെം ഉണ്ടാക്കാം. ഞാനിപ്പോൾ പേപ്പറിലാണ് സ്റ്റെം ഉണ്ടാക്കിയിട്ടുള്ളത്, അതാർക്കും പഠിപ്പിച്ച് തരണ്ടല്ലോ. പിന്നെ ഒരു കുഞ്ഞി ഇലയും കൂടി ഉണ്ടാക്കി ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ലോട്ടസ് റെഡിയാവും. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ തോന്നുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ടാവില്ലേ, അതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കാം. എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ ഇതുപോലൊരു പോട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ബൈ.